പഞ്ചാബിൽ നമ്മുടെ അവിടെ ആര് വന്നാലും ഷിംല പോവുക എന്നുള്ളതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് 3.5 മണിക്കൂറേ ഉള്ളൂ ഷിംലയ്ക്ക്. അപ്പോൾ ഞങ്ങളും അച്ഛനും അമ്മച്ചിയും വന്നപ്പോൾ ഷിംല പോവാമെന്ന് കരുതി. ഞങ്ങളൊരു പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി കുറച്ച് ഞങ്ങളുടെ ടൗൺ വിട്ടില്ല. അന്നേരമാണ് മനസ്സിലായത് വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയി വണ്ടിയെല്ലാം നന്നാക്കി തിരിച്ചു വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 3-4 കപ്പ് കോഫിയൊക്കെ കുടിച്ചെങ്കിലും നല്ല വിശപ്പായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ സ്റ്റേഷൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഡാബയാണ്. പുതിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം അടുത്തിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, നോൺ വെജ് കിട്ടും. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. പിന്നെ ഈ ഷിംല വീഡിയോ ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചെറിയ മഴയും കാര്യങ്ങളും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയറിലാട്ടോ ഞങ്ങൾ പോയത്. റോഡിൽ പല സ്ഥലങ്ങളിലും പണികളും നടക്കുന്നുണ്ടായിരുന്നു. കോഷൻ ബോർഡും കാര്യങ്ങളും പോലീസും പണിക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പതുക്കെയാണ് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ ഷിംലയിലെത്തിയത്. മല കയറി തുടങ്ങിയപ്പോൾ തന്നെ കോടമഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ഷിംല എത്ര വട്ടം പോയാലും മതി വരാത്തൊരു സ്ഥലമാണ്. ഷിംല മാത്രമല്ല, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഏത് സ്ഥലമാണെങ്കിലും അതെ. ഷിംല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3rd or 4th ടൈമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കാപ്പി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി. വേറെ കടയിൽ നിന്ന് പിള്ളേർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കോടമഞ്ഞൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ആ കടയിൽ നിന്ന് കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ടത്. വെയിറ്റ് ചെയ്യണേ, കാണിക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ദൂരെ പോയി നടന്നു വരുന്ന എൻ്റെ ഭാര്യയും കൊച്ചും. ഞാൻ ഒരുങ്ങി കെട്ടിയിട്ട് തന്നെ വീഡിയോയിൽ കാണട്ടെ, ഞാനല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. കടയിൽ ഒരു 15 മിനിറ്റ് കോഫി കുടിച്ച് ഇറങ്ങിയപ്പോഴത്തേനും അവിടുത്തെ ചേഞ്ച് കണ്ടോ. അത്രയ്ക്കും വെതർ ചേഞ്ചാണ് വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടോ ഒന്നുമല്ല കേട്ടോ ഷിംലയിലോട്ട് വന്നത്. ഞങ്ങൾ അന്നേരം എവിടെയാണോ നിർത്താൻ തോന്നുന്നത് അങ്ങനെയുള്ളൊരു ഹോട്ടലിലായിരിക്കും ഞങ്ങൾ നിർത്തി റൂം ബുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു സ്ഥലമാണിത്. വരുന്ന വഴി 2 സ്ഥലത്തൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ അവിടെ ഒന്നും റൂംസ് അവൈലബിൾ ആയിരുന്നില്ല. ആരാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്? ഷിംലയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ആരാ? തൃക്കണ്ണം തുറന്ന് വെള്ളം എടുത്തോ എന്നല്ലേ ഇങ്ങോട്ട്. You like that? അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല കേട്ടോ, ഞങ്ങൾ ഇതിന് മുന്നേയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റൂംസ് അവൈലബിൾ ആയിരിക്കും, കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ജോശാന ഡ്രൈവ് ചെയ്ത് കുറച്ച് എത്തിയപ്പോൾ തന്നെ ജോശാന ചെറിയ നടുവേദന തുടങ്ങി. You will be bun now. You will be bun. You will be cream bun. പിള്ളേരുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുഡൊക്കെ കരുതിയിട്ടാട്ടോ പോയത്. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ദാൽ തടുക്കയും ചപ്പാത്തിയാണ് വാങ്ങിയത്. അച്ഛനും അമ്മച്ചിക്കും ഇവിടുത്തെ പഞ്ചാബിലെ ദാൽ തടുക്ക ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതും ചപ്പാത്തിയും മേടിച്ച് ഞങ്ങൾ കൊണ്ടുപോയ മുട്ട അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ പോയി കിടക്കുകയാണ് ചെയ്തത്. പിള്ളേർ കുറച്ച് നേരം കളിച്ചു. കാരണം രാവിലെ എണീറ്റ് കുർബാനയ്ക്ക് പോകണം, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഷിംലയുടെ മെയിൻ വിസിറ്റിംഗ് സ്ഥലമായ പള്ളിയിൽ പോകാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നെ രാത്രി ആയപ്പോൾ ലിയാമിന് നല്ല ഫീവർ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പണിപ്പെട്ടു. ഞാൻ ആ രാത്രിയിൽ ഉറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാൻ.
ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള രാത്രിയിലുള്ള വ്യൂ. ബാൽക്കണിയിൽ നിന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു സിമ്പിൾ റൂം മാത്രമായിരുന്നു കേട്ടോ, പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ഇനി നമുക്ക് മോർണിംഗ് വ്യൂവും കാണാം. അപ്പോൾ ഇതാണ് മോർണിംഗിലുള്ള വ്യൂ. നല്ല വ്യൂ ആയിരുന്നു. മലകളും നമ്മുടെ ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷിംല തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ എവിടെ നിന്ന് കണ്ടാലും നല്ലൊരു വ്യൂ ഉറപ്പാണ്. രാവിലെ എണീറ്റ് റെഡിയായി ഞങ്ങൾ നേരെ ഷിംലയിലോട്ട് കയറി. വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് നടന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ അമ്മേനെ കൂട്ടി വന്നപ്പോൾ ആ കഫേയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് എത്തിയപ്പോഴാണ് വേറൊരു സംഭവം നടന്നത്. നോക്കി നല്ല പേടിയുണ്ടായിരുന്നു ലിഫ്റ്റിൽ കയറാൻ വേണ്ടി. ഒരു തവണ MHൽ പോയി അവിടുത്തെ ലിഫ്റ്റിലാവുന്നൊന്ന് കുടുങ്ങി തന്നെ. അപ്പോൾ അത് നോട്ടുള്ള പേടിയാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് മാറ്റി കേട്ടോ. എന്ത് രസമല്ലേ ഷിംല വ്യൂ കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി പതുക്കെ നടന്ന് മുകളിലെത്തി. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയായിരുന്നു, അമ്മച്ചിയെ നല്ല ചിരിച്ചൊക്കെ ഇരിക്കുക, നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. നോയയുടെ പേടി മാറിയത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അച്ഛനും അമ്മച്ചിയും ജോശാനൊക്കെ കുറേ കൗൺസിൽ ചെയ്തിട്ടാട്ടോ അവൻ്റെ പേടിയൊക്കെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് അവന് അവലാതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലിഫ്റ്റ് കയറി അടുത്ത ലിഫ്റ്റിലോട്ട് നടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വലിയ ബിൽഡിങ്സ് കാണാം. നമ്മുടെ ഹോട്ടൽസും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റുന്ന പല ഹോട്ടൽസ് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അതേ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്ഥലമാണ് കണ്ടുപിടിച്ചത്. കുറച്ച് നടക്കേണ്ട വന്നു കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം ഏർലി മോർണിംഗ് ചെന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് താഴേക്ക് ഈ ഹോട്ടൽ തുറന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പം എന്തായാലും പറാട്ടയെ കിട്ടത്തുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നോക്കുട്ടന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞ് വീഡിയോ എടുത്തതാട്ടോ ഇത്. അപ്പോൾ അവൻ കുറച്ച് ഹോട്ടലും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ അവൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ വെയിറ്റർ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ആലു പൊറാട്ടയും പനീർ പൊറാട്ടയും എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഷിംലയുടെ മെയിൻ വിസിറ്റിംഗ് സ്ഥലമായ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് പോയത്. അപ്പം അച്ഛൻ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ കുർബാന ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതും പിന്നെ വേറൊരു പള്ളി നമ്മുടെ സെൻറ്റ് മിഖായേൽസ് കത്തീഡ്രൽ ചർച്ച് കുറച്ച് താഴെയായിട്ടുണ്ടോ എന്നുള്ളതും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുർബാന ഓൾറെഡി തുടങ്ങി. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് കുറച്ച് സ്പീഡപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ആ പോകുന്ന സമയത്ത് കുഞ്ഞേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞേച്ചി പണ്ട് ഷിംലയിൽ പോയിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞത്, സ്കൂളിലോ കോളേജിലോ മറ്റോ പഠിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിലൂടെ കുറേ നടന്നു. നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ അടുത്ത് തന്നെ ആട്ടോ എല്ലാ വിസിറ്റിംഗ് പ്ലേസസും ഉള്ളത്. മാൾ റോഡ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്. പിന്നെ പിള്ളേർ അവിടുത്തെ ബബിൾസുമായിട്ട് ഒരാൾ ബബിൾസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തന്നെ താഴോട്ടാണ് സെൻറ്റ് മിഖായേൽ ചർച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ കുറച്ച് നമുക്ക് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ വ്യൂയും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ താഴോട്ട് പോയത്. എന്തോ ഒരു ബണ്ണായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫില്ലിംഗ് ആയിരുന്നു. അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുരങ്ങുകളെ നല്ലോണം പേടിക്കണം. അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ കയ്യിൽ ഫുഡ് കണ്ട് അത് പ്രത്യേകിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുർബാനയെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ അവിടുത്തെ പള്ളിയിലെ അച്ഛനുമായിട്ട് അച്ഛൻ അവിടുത്തെ പള്ളിയിലെ അച്ഛനുമായിട്ട് പരിചയപ്പെട്ട്, മലയാളിയായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കഴിച്ചിട്ടേ പോവാവുള്ളൂ. പിന്നെ ഒരു കാര്യം നടന്നു. അവിടുന്ന് എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരു മിസ്സിനെ ഞാൻ കണ്ടു കേട്ടോ. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
അപ്പോൾ ഇതാണ് ഫെബിൻ മിസ്സിൻ്റെ ഫാമിലിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞങ്ങൾ മിസ്സിനെ അവിടെ നിന്ന് കണ്ടത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ട് എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയൊക്കെ ചെയ്തു. മിസ്സിൻ്റെ മോനാട്ടോ ഇത്, നമ്മുടെ AB ഷെട്ടിയിൽ പഠിപ്പിച്ച വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഫെബിൻ മിസ്സിനെ. അപ്പം ഫെബിൻ മിസ്സിൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ്, ഷിംലയിൽ പോസ്റ്റഡാണ്. അപ്പം അങ്ങനെ കണ്ടുമുട്ടിയതാട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ചു, എന്നെപ്പറ്റി അത്യാവശ്യമൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പള്ളിയുടെ പിറകിലേക്ക് നീങ്ങി. അവിടെ നിന്ന് കുറേ മലയാളികളെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആവുകയൊക്കെ ചെയ്തു. നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയും കോണ്ടാക്റ്റിൽ നമുക്കിനി പോകുമ്പം കാണുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയത് നമ്മുടെ ചോറും ദാലും അച്ചാറും ആട്ടോ. ഇതൊക്കെ ഓരോ ടൈമിൽ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ അടുത്ത ഞായറാഴ്ചത്തെ പൈസ കൊടുത്തിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും മാൾ റോഡിലോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ കുറച്ച് ബേക്കറിയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. നടന്ന് എല്ലാവരും അടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് കണ്ട അവരുമായിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് തന്നെ കരുതി. വേറെ ഒന്നുമില്ല ഷിംലയിൽ കാണാൻ വേണ്ടി, കടയൊക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് കാറിലോട്ട് പോകാമെന്ന് കരുതി. കുറച്ച് വീഡിയോ എടുക്കുകയും സൈഡിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി, രാത്രിയാവാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ നല്ല വ്യൂ അല്ലേ അവിടെ നിന്ന്. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. ഷിംല എന്ന് പറയുന്നത് ഞങ്ങൾ എത്ര പോയാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ്. ഇപ്പോഴും ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ തോന്നുന്നൊരു സ്ഥലമാണ് ഷിംല എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ്, എപ്പോൾ പോയാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഷിംലയിലും മഞ്ഞ് വീഴാറുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ മണാലിയിൽ പെയ്യുന്ന പോലെ പെയ്യാറില്ല. പക്ഷെ എന്നാലും റെയറായിട്ട് ഷിംലയിലും മഞ്ഞ് പെയ്യുന്നുണ്ട്, സ്നോഫാളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണേൽ അത് കിട്ടും. പിന്നെ തിരിച്ചു വരുന്ന വഴിയും മഴയായിരുന്നു, നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, പലയിടത്തും കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയൊക്കെ ആട്ടോ നമ്മൾ വണ്ടി ഓടിച്ചത്. കണ്ടോ, മലയിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു കല്ലുകളൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ നിർത്തി ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ വരുന്ന വഴി ആപ്പിൾ മാർക്കറ്റിൽ കയറി ഒരു 10 കിലോ ആപ്പിൾ മേടിച്ചിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടൊരു മാസത്തേക്ക് നമുക്ക് കഴിക്കാൻ ആപ്പിൾ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഭയങ്കര നല്ലൊരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ഒരു ട്രിപ്പായിരുന്നുകൊണ്ട് തന്നെ, പ്ലാൻഡൊന്നും അല്ലാത്തൊരു ട്രിപ്പായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല കോടമഞ്ഞൊക്കെ ആയിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഹിമാചൽ പ്രദേശിൽ വരുന്നവർ നമ്മുടെ ഷിംലയും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പറ്റുന്ന പോലെ ഷിംലയും വിസിറ്റ് ചെയ്യുക. അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്.